Hi friends, I'm Shaji from eCommerce. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇ-കോമേഴ്സിൽ നമുക്ക് എങ്ങനെ വിജയത്തിലെത്തിക്കാം എന്ന് ഞങ്ങൾ കുറച്ച് 10 ടിപ്സോളം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് 11ാമത്തെ ടിപ്സ് ആണ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടിപ്സ് ആണ്. കാരണം ഈ ഇ-കോമേഴ്സിന് മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റുകളിലേക്കും ഈ ടിപ്സ് വളരെയധികം ഉപയോഗമാണ്. കാരണം ഓരോ വെബ്സൈറ്റിലും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന്റെ വളരെ അവശ്യ ഘടകങ്ങൾ കൂട്ടിച്ചേർത്താൽ മാത്രമേ നമുക്ക് ഗൂഗിളില് നമ്മുടെ സെർച്ച് എഞ്ചിൻസിലൊക്കെ ഇത് ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യുള്ളൂ. ഒരു ഉദാഹരണമായി നിങ്ങളോട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു സ്ഥലത്ത് ഒരു 10 ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ ഡ്രസ് വിൽക്കുന്നതിന് ആകട്ടെ, ആ 10 ബിസിനസിന്റെ ആൾക്കാർ 10 വെബ്സൈറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. 10 പേർക്ക് നമുക്ക് എങ്ങനെ കച്ചവടം കിട്ടാം? ഡെഫിനറ്റ് ആയിട്ടും ഇതിൽ ആരാണോ നന്നായി ചെയ്യുന്നത് അവർക്കാണ് കൂടുതൽ സെർച്ച് എഞ്ചിൻസിൽ, അതായത് ഗൂഗിൾ, ബിങ്, യാഹൂ പോലിലേക്ക് ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത. അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതിലേക്ക് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഘടകമാണ് ഈ SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മുടെ സെർച്ച് എഞ്ചിൻസിൽ ഏറ്റവും നന്നായിട്ട് വിസിബിൾ ചെയ്യാനായിട്ട് ആരാണോ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റുകളായിരിക്കും ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്യുക. ഇതൊരു വലിയൊരു പാർട്ടാണ്. ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് ഇതിലുണ്ട്. പക്ഷെ ഞാനിതിന് വളരെ വളരെ ചുരുക്കിയാണ് നിങ്ങൾക്ക് പറഞ്ഞത്. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, കാരണം നമുക്ക് വായിച്ചാലും മാറാത്ത, കാരണം അത് 2000 ഫാക്ടേഴ്സ് ഉണ്ട്. സെർച്ച് എഞ്ചിൻസ് അവരുടെ അൽഗോരിതം എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞു വരാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇതിന്റെ ഘടകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇത് നമ്മുടെ വെബ്സൈറ്റിലായിക്കോട്ടെ, ഇ-കോമേഴ്സ് സൈറ്റിലായിക്കോട്ടെ. ഇ-കോമേഴ്സ് സൈറ്റിൽ മാത്രം ഞാൻ പറയുന്നില്ല, കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഇത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പടിപടിയായിട്ട് അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഏറ്റവും ആദ്യമായിട്ട് തന്നെ നിങ്ങൾ എക്സൽ കൈകാര്യം ചെയ്യുന്നത് ഉപയോഗിച്ച് പഠിച്ചോളൂ എന്നുള്ളത്. എക്സലില് കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ ഫോളോ അപ്സ് എടുത്ത് കുറവുണ്ടെങ്കിൽ കൂട്ടിയെടുത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. സോ നമുക്ക് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലേക്ക് നമുക്ക് കിടക്കാം. ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാറ്റഗറി ഇതിന്റെ ഭാഗമൊന്നല്ല, കാരണം ഇതിനെ വെച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റ് മാനേജ്മെന്റിലും കാറ്റഗറി മാനേജ്മെന്റിലും എവിടേക്കോ ഞാൻ പറഞ്ഞില്ലേ, വെബ്സൈറ്റ് ആയാലും വെബ്സൈറ്റ് പേജുകളായാലും ഒക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് മുഴുവൻ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാറ്റഗറിയുടെ കാര്യം ഞാൻ ജസ്റ്റ് ഒരു ഇ-കോമേഴ്സ് സ്റ്റോറിന്റെ ടിപ്സിന്റെ കാര്യങ്ങൾ പറയുന്നതോടുകൂടി ഞാൻ കാറ്റഗറിയുടെ കാര്യം എഴുതിയിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡ്രസ് ഷോപ്പാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളിൽ ഡ്രസ് ഷോപ്പ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് നമ്മുടെ ഒരു ഡ്രസ് ഷോപ്പില് ഒരു കാറ്റഗറി ഫാഷൻ ഡ്രസ്സാണ്. നമ്മുടെ യുവാറില് ഫാഷൻ ഡ്രസ് എന്നായിരിക്കും നമ്മുടെ യുവാറിൽ വരാം. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ air.com/fashiondress.html അതായിരിക്കും അതിന്റെ കാറ്റഗറി ആയിട്ട് വരാം. സോ അതിനുള്ളിൽ ഇനി ഇവിടുന്നാണ് നമ്മുടെ ശ്രദ്ധ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന പേരുകൾക്ക്, നമ്മുടെ പ്രോഡക്റ്റിന്റെ പേരുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേരുകളുടെ കാര്യത്തിൽ പേരുകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റിന്റെ കീവേഡ് മാക്സിമം കൊണ്ടുവരാനായിട്ട് നോക്കിക്കോളൂ. ഇപ്പൊ ഞാൻ കൊണ്ടുവന്നത് വുമൺ മിഡി ഡ്രസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ എക്സലിൽ തന്നെ കൈകാര്യം ചെയ്ത് പഠിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞത്. ഒരു സാധനം നമ്മൾ പ്രോഡക്റ്റ് ഇ-കോമേഴ്സിലേക്ക് ആഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ആദ്യമായി നമ്മുടെ എക്സല് ഇത് ഭംഗിയായിട്ട് എഴുതി വെക്കുക, വുമൺ ബ്ലാക്ക് ആൻഡ്. അപ്പൊ നമുക്ക് ഇതിനൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പേരുകൾ എപ്പോഴും യുണീക്ക് ആയിരിക്കണം. വീണ്ടും ഡ്യൂപ്ലിക്കേഷൻ വരാനായിട്ട് ഒരിക്കലും പാടില്ല. എന്നാൽ നമുക്ക് അതിന് അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ കീവേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യും വേണം. സോ നെയിം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് യുണീക്ക് ആയിട്ടുള്ള, യുണീക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കീവേഡ്സ് ആഡ് ചെയ്യാനായിട്ട് നോക്കാം. വ്യത്യസ്ത ബ്ലാക്ക് ആൻഡ് മിഡി ഡ്രസ്, ഇതാണ് ഞാൻ നെയിമിന് കൊടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ അവിടെ വെച്ചു. ഇനി SEOയുടെ പാർട്ടിലേക്ക് വരാണ്. ഇത് രണ്ടും ഞാൻ അഡീഷണൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതോടെ നിൽക്കട്ടെ, ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് SEOനെ സംബന്ധിച്ച്. SEOന് മെയിൻ ആയിട്ടൊരു ഭാഗം വരുന്നത് നമുക്ക് URL, മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആൻഡ് HTML. ഇത് ഇ-കോമേഴ്സ് വെബ്സൈറ്റ് മാത്രമല്ല, നിങ്ങൾ വെബ്സൈറ്റ് സാധാരണ ബിസിനസ് വെബ്സൈറ്റ് ചെയ്യുമ്പോഴും
നമ്മളൊരു വെബ്സൈറ്റ്, എനിക്കൊരു വെബ്സൈറ്റ് വേണമെന്ന് പറയും, നമ്മളൊരു വെബ്സൈറ്റിലേക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്താ കഴിയുമ്പോൾ നല്ല ഭംഗി. അങ്ങനെയില്ല നമ്മുടെ വെബ്സൈറ്റ്. അങ്ങനെ ഭംഗി ഉണ്ടെങ്കിൽ അത് പുറമേക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഗൂഗിളിൽ കൂടി നിങ്ങളത് ആൾക്കാർ അറിയണമെങ്കിൽ, സെർച്ച് എഞ്ചിൻസിൽ എത്തിക്കണമെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് ക്ലിയർ ആയി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റുകൾ എല്ലാ തലങ്ങളിലും ഡിജിറ്റൽ വഴിയുള്ള എല്ലാ മാർക്കറ്റിംഗ് തലത്തിലേക്കും എത്താനായിട്ട് വളരെ ഉപകാരപ്പെടുന്ന ടിപ്സ് ആണ്. സോ URL, മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആൻഡ് എക്സ്എം. സോ നമ്മുടെ പ്രോഡക്റ്റിന്റെ പേരെന്താ? വുമൺ ബ്ലാക്ക് ആൻഡ് പിങ്ക് മിഡി ഡ്രസ്. സോ ഞാൻ URL കൊടുത്തപ്പോ അതിന്റെ URL ഞാൻ ഉണ്ടാക്കുമ്പോ ഞാൻ കൊടുക്കാൻ നോക്കുന്നത് fashion/woman/black/pink/printed/midi dress. വളരെ ഇമ്പോർട്ടന്റ് ആണ് URL. നിങ്ങൾ നമ്മുടെ ബ്രൗസറിൽ കാണുന്ന നമ്മുടെ ഒരു എ എന്നാണ് നമ്മുടെ ബിസിനസ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എ ആണ് നമ്മുടെ ബ്രാൻഡ് നെയിം. സോ a.com ആയിരിക്കും നമ്മുടെ ബ്രൗസറിൽ വരാം. അതാണ് URL എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം a.com/fashion/woman/black/printed/midi-dress.html എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഗൂഗിൾ ഒരു പേജിനെ നോക്കുന്നത് എത്രമാത്രം കീവേഡും നിങ്ങൾ അതിനെ എത്രമാത്രം കൃത്യതയോടുകൂടി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അതിനെ വാല്യൂ ചെയ്യുന്നത്. അപ്പൊ ഇതിന് കീവേഡ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ചില ആൾക്കാര് സെർച്ച് ചെയ്യുക മിഡി ഡ്രസ് ബൈ തൃശൂർ എന്നായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുക. സോ ആ സമയത്ത് നമ്മുടെ URL മിഡി ഡ്രസ് ഉണ്ടെങ്കിൽ, നമ്മുടെ അഡ്രസ്സിൽ തൃശ്ശൂർ ഉണ്ടെങ്കിൽ, വുമൺ എന്നാരെങ്കിലും കീവേഡ്, അതൊക്കെയാണ് കീവേഡ്സ് എന്ന് പറഞ്ഞത്. നമ്മുടെ URL ഉണ്ടെങ്കിൽ അത് മറ്റുള്ള നമ്മൾ 10 പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണോ ഇത് നന്നായിട്ട് ചെയ്യുന്നത് അവരെ കൂടുതലായിട്ടും ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകാം. അപ്പൊ URL നിങ്ങൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ URL ഏറ്റവും മാക്സിമം വളരെ ഷോർട്ട് ആകും. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് കാറ്റഗറിയുടെ കാര്യം പറഞ്ഞപ്പോൾ fashion-dress.html. നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളുടെ കാറ്റഗറി എന്താണെന്ന് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടാക്കണം. വളരെ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പതുക്കെ താണ്ടി അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഞാൻ അതാണ് പലപ്പോഴും നമ്മൾ വീഡിയോയിൽ പറയുന്നത്. ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെ നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കി ഒരു 3 മാസം 6 മാസം കഴിഞ്ഞ് യാതൊരു ബിസിനസ് ഇല്ല, എനിക്ക് എന്താ പറ്റി അങ്ങനെ വിചാരിക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റാതെ വരുന്നത്. ഇത് നമ്മൾ ഇ-കോമേഴ്സ് സ്റ്റോർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ കാര്യത്തിനെ കുറിച്ചും ഈ URL കുറിച്ചും പേരിനെ കുറിച്ചും നല്ല ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മാസം തൊട്ട് 6 മാസം വരെ എത്തിയപ്പോഴേക്കും നമുക്ക് കച്ചവടങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. കാരണം ഗൂഗിളിൽ ഈ കാര്യങ്ങൾ ലിസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ടാവും. ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റുകൾ കാണാവുന്ന ലെവലിലേക്ക് നമ്മൾ നോക്കണം. നമ്മളെപ്പോഴും നോക്കണം, നമുക്ക് ഒരുപാട് കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. ആ കോമ്പറ്റേറ്റേഴ്സിനെ വ്യത്യാസപ്പെടുത്തി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ എപ്പോഴും നമ്മുടെ URLs ആഡ് ചെയ്യുന്ന സമയത്ത് വളരെ ഷോർട്ട് ആക്കി തന്നെ ആഡ് ചെയ്യാനായിട്ട് നോക്കാം. ഒപ്പം തന്നെ മാക്സിമം നമ്മുടെ കീവേഡ്സ് ആഡ് ചെയ്യാനായിട്ട് നോക്കുക. 2 കാര്യം, ഷോർട്ട് ആക്കാം, കീവേഡ് ഇൻക്ലൂഡ് ചെയ്യുക. അത് ഷോർട്ട് ആക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും ആവശ്യകരമായിട്ടുള്ള കാര്യം മാത്രം അതിലേക്ക് കൊണ്ടുവരാം. ചിലപ്പോ ഒക്കെ ചിലർ ചോദിക്കാൻ എത്ര ക്യാരക്ടേഴ്സ് നമുക്ക് ഇത് ആഡ് ചെയ്യാം. മാക്സിമം ഒരു 60 ആയി കഴിഞ്ഞാൽ നല്ലതാണ്. 65 ക്യാരക്ടേഴ്സിനേക്കാളും കൂടുതൽ ഈ URL പോകാണ്ടിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ വളരെ ഉപകാരമാണ്. അടുത്ത കാര്യം മെറ്റാ ടൈറ്റിൽ. ഞാൻ മെറ്റാ ടൈറ്റിൽ കൊടുത്തു നോക്കൂ. URLോട് അനുബന്ധിച്ച് തന്നെയാണ് ഞാൻ മെറ്റാ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരിക്കലും ഒരേപോലെ ഒന്നും വരരുത്. കാരണം ഗൂഗിളില് നമ്മള് കുറെ കച്ചവടം കിട്ടാനായിട്ട് കുറെ കീവേഡ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്, നമുക്ക് ഒരിക്കലും കച്ചവടം കിട്ടില്ല. കാരണം ലോകത്തെ എല്ലാവരും ആണ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നമ്മൾ ലോകത്തിലെ ഒരാളാണ്. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ചെയ്യുന്നത് നമുക്ക് യൂണീക്ക് ആയിരിക്കണം. യൂണീക്ക് അല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് എഞ്ചിൻസ്, നോട്ട് ഗൂഗിൾ, ഇവിടെ പറയുന്നത് സെർച്ച് എഞ്ചിൻസ് എന്നാണ് പറയുന്നത്. സെർച്ച് എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ ബിങ് ഉണ്ട്, യാഹൂ ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട്. അവിടെയാണ് ആൾക്കാർക്ക് വേണ്ടി സെർച്ച് ചെയ്യുക. നമുക്ക് കാര്യത്തെ കുറിച്ച് നമുക്കൊരു അറിയാനുള്ളൊരു കാര്യം എവിടെയാണോ നമ്മൾ അന്വേഷിക്കുന്നത് അതിനെയാണ് സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ടൈറ്റിൽ കൊടുത്തത് നോക്കിയാൽ ബൈ ഫാഷൻ വുമൺ ബ്ലാക്ക് ആൻഡ് പിങ്ക് പ്രിന്റഡ് മിഡി ഡ്രസ്സസ് പ്ലസ് ബ്രാൻഡ് നെയിം. ഇവിടെ ഞാൻ ബ്രാൻഡ് നെയിം ആഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. നിങ്ങൾക്ക് ബ്രാൻഡ് നെയിം അവസാനം വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ അതൊരു പാറ്റേൺ ആക്കി നിങ്ങൾ എടുക്കാം. തോന്നി പോലെ, അതായത് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാൻ തന്നില്ല. നമ്മുടെ എല്ലാവർക്കും ഒരു പാറ്റേൺ ഉണ്ട്. ചിലർ ഡ്രസ് ധരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, സംസാരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഗൂഗിളിലൂടെ നോക്കുന്നത്.
മെറ്റ ടൈറ്റിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ അനുയോജ്യമായ ഒരു പാറ്റേൺ ഉണ്ടാക്കാം. അപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ബൈ ഫാഷൻ വുമൺ. അപ്പൊ ഇതിന് കീവേഡ്സ് ഉണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള കളേഴ്സ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ബ്രാൻഡ് നെയിം ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ മെറ്റ ടൈറ്റിലിന് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റ ടൈറ്റില് സെർച്ച് എഞ്ചിൻസിനെ ലിസ്റ്റ് ചെയ്യും. അത് വലിയൊരു പാർട്ടാണ്. അതുകൊണ്ടാണ് വളരെ നല്ല രീതിയിൽ തന്നെ ലിസ്റ്റ് ചെയ്തോളൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല, ഡ്യൂപ്ലിക്കേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗൂഗിളിന്റെ SEO നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി എത്ര ക്യാരക്ടേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം? മാക്സിമം 60 ഏറ്റവും കൂടി പോകണ്ടെന്ന് ശരിക്കും പറയാം. ശരിക്കും 60 എന്ന് പറയുന്നതും അതിലും 60 എന്ന് പറയുന്നത് പിക്സൽ റേറ്റിലാണ് നമ്മൾ പറയുന്നത്. അത് കാണിച്ചതിനെ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സോ 60 ക്യാരക്ടേഴ്സ് നിങ്ങൾ ആഡ് ചെയ്ത് 60 ക്യാരക്ടറിന് ശേഷം വരുന്ന എല്ലാ കാര്യങ്ങളും ഡോട്ട് ഇട്ടിട്ടായിരിക്കും അതിൽ വരാം. അപ്പൊ അതുകൊണ്ട് മാക്സിമം 60 ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യാം. ഒന്ന്. രണ്ടാമത് മാക്സിമം സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മൾ ബി ഉപയോഗിക്കുമ്പോൾ ഇത് വലിയ ക്യാരക്ടറാണ്. അപ്പൊ അത്രയും ഇവിടെ പിക്സൽ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുമ്പോൾ ചെറിയ പിക്സലാണ് അവിടെ ആവശ്യമുള്ളത്. അപ്പോ ക്യാപിറ്റൽ ലെറ്റർ വേണോ സ്മോൾ ലെറ്റർ വേണോ രണ്ടും ഉപയോഗിച്ചാലും യാതൊരു കുഴപ്പമില്ല. സ്മോൾ ലെറ്റർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പിക്സൽസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അത് ഗൂഗിളിനെ സംബന്ധിച്ച് മെറ്റ ടൈപ്പും മെറ്റ ഡിസ്ക്രിപ്ഷനുമാണ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഏറ്റവും നല്ല അനുയോജ്യമായത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫസ്റ്റിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. എപ്പോഴും ഷോർട്ടായിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കാം. പിന്നെ മെറ്റ ടൈറ്റിന്റെ അടുത്തൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ യൂണീക്ക് ആയിരിക്കും. നമ്മൾ ഒരു പേജിനെ ആഡ് ചെയ്തത് ഒരിക്കലും അടുത്ത പേജിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻസിന് ഡൗട്ട് വരും, ഏത് പേജാണ് ശരിയായിരുന്നത്. നമ്മൾ ചെറിയൊരു മാറ്റങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാം, പക്ഷെ അത് തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മളോട് വീണ്ടും പറയുന്നത്, എക്സലില് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫിൽട്ടർ ചെയ്ത് പിടിച്ച് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് മെറ്റ ടൈറ്റിൽ ആഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാകാനായിട്ട് നിങ്ങൾ നോക്കരുത്. ഓരോ പ്രോഡക്റ്റും ഓരോ പേജിലും ഞാൻ പറഞ്ഞ വെബ്സൈറ്റ് ഡിസൈനിനും ബിസിനസ് വെബ്സൈറ്റിനും ഇ-കൊമേഴ്സിനും കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഓരോ പ്രൊഡക്റ്റിനിലേക്ക് ഓരോ പേജിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെറ്റ ഡിസ്ക്രിപ്ഷൻ മെറ്റ ടൈറ്റിൽസ് തന്നെ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ മെറ്റ ടൈറ്റിലിന്റെ അടുത്തൊരു കാര്യം, ഒരിക്കലും സെർച്ച് എഞ്ചിന് വേണ്ടി നിന്നൊന്നും ചെയ്യരുത്. നമ്മുടെ കസ്റ്റമേഴ്സിന് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ എന്ത് പേരിടാനും മെറ്റ ടൈറ്റിൽസ് കൊടുക്കുമ്പോഴും ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. സെർച്ച് എഞ്ചിൻസിന് വേണ്ടി നമുക്ക് ഒരുപാട് ചിലരൊക്കെ കാണാം, വുമൺ ഡ്രസ്, ഫാഷൻ ഡ്രസ്, ഇങ്ങനെ കുറെ കീവേഡ് കൊടുക്കും. അപ്പോ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരികയില്ല. അപ്പോ ഇത് ഏറ്റവും വലിയ തെറ്റായി മാറും. പക്ഷെ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് ആയിരിക്കും അതിന്റെ ഫ്രണ്ടിലേക്ക് വരിക. ജെനുവിൻ ആയിട്ടാണ് സെർച്ച് എഞ്ചിൻസ് നോക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. 2000 ഫാക്ടേഴ്സോളം അതിന്റെ പാരാമീറ്റേഴ്സിൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ അത് ഞാൻ പറഞ്ഞ SEO വലിയൊരു കാര്യമാണെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാ പേജും യൂണീക്ക് ആക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മാക്സിമം കീവേഡ് ഉൾപ്പെടുത്തി, ഒപ്പം തന്നെ നമ്മുടെ ബ്രാൻഡ് നെയിം ഉൾപ്പെടുത്തി 60 ക്യാരക്ടേഴ്സിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഏറ്റവും നല്ല മെറ്റ ടൈറ്റിലുകൾ നിങ്ങളുടെ ബിസിനസ് വെബ്സൈറ്റുകൾക്കും നിങ്ങളുടെ ഇ-കൊമേഴ്സിന്റെ ഓരോ പ്രോഡക്റ്റുകൾക്കും ഓരോ പേജുകൾക്കും കൊടുക്കാനായിട്ട് നോക്കിയോളൂ. ഞാൻ വീണ്ടും പറയുന്നത്, യൂണീക്ക് ആയിട്ട് ഡ്യൂപ്ലിക്കേഷൻ വരാണെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അത് സ്പാമിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അടുത്തത് മെറ്റ ഡിസ്ക്രിപ്ഷൻ. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞു, സെർച്ച് എഞ്ചിൻസിൽ ആദ്യം ലിസ്റ്റ് ചെയ്യാം മെറ്റ ടൈറ്റിൽസ് ആണ്, രണ്ടാമത് കാണിക്കുക മെറ്റ ഡിസ്ക്രിപ്ഷൻ ആണ്. മെറ്റ ഡിസ്ക്രിപ്ഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ പേജ് എന്താണെന്ന് പറയുന്നതാണ് ഈ മെറ്റ ഡിസ്ക്രിപ്ഷൻ. സോ മെറ്റ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമ്മൾ അതിന് കുറച്ച് റൂൾസ് ആൻഡ് കാര്യങ്ങളുണ്ട്. എപ്പോഴും മെറ്റ ഡിസ്ക്രിപ്ഷന്റെ സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ബൈ വുമൺ ഫാഷൻ ബ്ലാക്ക് ആൻഡ് പിങ്ക് പ്രിന്റഡ് മിഡി ഡ്രസ്സസ് ഫ്രം ഫാഷൻ സെക്ഷൻ അറ്റ് ബ്രാൻഡ് നെയിം യുവർ സ്റ്റോർ ad.com ആണെങ്കിൽ ad.com. ഇതാണ് നിങ്ങളുടെ ബ്രാൻഡ് നെയിം. Then fashion dresses for women at 700 rupees. ഇങ്ങനെ ഓരോന്നിനും വളരെ
ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഗൂഗിളിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെയും നമുക്ക് മെറ്റാ ഡിസ്ക്രിപ്ഷൻസ് എഴുതുമ്പോൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒന്ന്, ഇത് എഴുതുന്ന സമയത്ത് മാക്സിമം 135 ക്യാരക്ടേഴ്സ് ടു 160 ക്യാരക്ടേഴ്സ്, ഇത്ര മാത്രമാണ് നിങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് പാടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എത്ര എഴുതി കഴിഞ്ഞാലും അത് ഔട്ടായിക്കൊണ്ടിരിക്കും. അതിന്റെ അപ്പുറത്ത് ഡോട്ട് 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 പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇതിന് തന്നെ കുറെ അനുമാനങ്ങളൊക്കെ ഉണ്ട്, പലതരത്തിലാണ് ഇതിന്റെ അനുമാനങ്ങൾ. പക്ഷെ ആദ്യമേ നമ്മളോട് പറയുന്നത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എപ്പോഴും നല്ലത് 135 ടു 160 ക്യാരക്ടർ ആണെന്നാണ്. രണ്ടാമത്, നമ്മുടെ കീവേഡ്സ് ആദ്യമേ ആഡ് ചെയ്യാനായിട്ട് നോക്കാം. വുമൺ, ഫാഷൻ, ഡ്രസ്സസ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മിഡി ഡ്രസ്സസ് ഫസ്റ്റ് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ. കാരണം ഇപ്പൊ ഗൂഗിൾ ഇങ്ങോട്ട് വരാണ്, ജസ്റ്റ് നമ്മളെ പേജിലേക്ക് വരാണ്. ഗൂഗിൾ ആദ്യം തന്നെ നോക്കി ഈ പേജ് ഇത് എവിടെ കിടക്കുന്നത്, ഫാഷൻ ഡ്രസ്സിലാണ് കിടക്കുന്നത്. ഈ പേജ് എന്താണ്? ഇതൊരു വുമൺ ബ്ലാക്ക് വിത്ത് മിഡി ഡ്രസ് ആണ്. അതിന് URL അതിനോട് സമീപമായിട്ടൊരു കാര്യമാണ്. അതിന്റെ ടൈറ്റിൽ എന്താണ് അവർ പറഞ്ഞാണ്? അതൊരു വുമൺ ഡ്രസ്സിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞാണ്. അതെ, അത് വുമൺ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞാണ്. ഇനി അതിന്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്താ പറഞ്ഞാണ്? അത് ഇൻ പ്രിന്റഡ് ലിസ്റ്റ് ഇന്ന സ്റ്റോറിയിൽ അവൈലബിൾ ആണ്. സോ ഇത്ര രൂപയും കിട്ടുമെന്ന് പറഞ്ഞു പോകും. ഈ സെർച്ച് എഞ്ചിൻസിന് മനസ്സിലായി ഈ പേജ് ഫാഷൻ ഡ്രസ്, വുമൺ മിഡി ഡ്രസ് വിൽക്കുന്ന ഒരു പേജാണ്, ഇത് വളരെ റെലവന്റ് ആണ്, അതുകൊണ്ട് ഇത് ആദ്യം കാണിക്കണം. സോ ഡിസ്ക്രിപ്ഷൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് 135 ക്യാരക്ടേഴ്സിനും 160 ക്യാരക്ടേഴ്സിൽ മാത്രം ആഡ് ചെയ്യാനായിട്ട് നോക്കാം. കീവേഡ്സ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കീവേഡ്സ് കൊണ്ടു ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നമ്മുടെ കീവേഡ്സ് ഓവർ യൂസ് ചെയ്യാണ്ടിരിക്കുക, സ്പാമിലേക്ക് പോകാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഒപ്പം നമ്മുടെ പ്രോഡക്റ്റുകളുടെ ബെനിഫിറ്റും നമ്മുടെ പ്രോഡക്റ്റുകളുടെ വാല്യൂസും ഒക്കെ ഈ മെറ്റാ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ഒപ്പം തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻസ് യുണീക്ക് ആയിട്ടുള്ള മെറ്റാ ഡിസ്ക്രിപ്ഷൻ മാത്രം നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് SEOയുടെ ഭാഗത്ത്. ഇതാണ് ഞാൻ പറഞ്ഞു, വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് H1 ആയിട്ടൊരു കാര്യം കൂടി ഉണ്ട്. H1 എന്നുള്ള ഹെഡിങ്സ് ആണ് നമ്മുടെ കാര്യത്തിൽ വരുന്നത്. ഇവിടെ നമുക്ക് സാധാരണ ഇ-കോമേഴ്സ് സ്റ്റോറുകളൊക്കെ നമ്മൾ എല്ലാവരും ചെയ്തു വെക്കുക ഈ നെയിം തന്നെയായിരിക്കും H1 കൊടുക്കുക. അതുകൊണ്ട് ഇ-കോമേഴ്സിൽ വരുമ്പോൾ നമ്മൾ H1 കുറിച്ച് കൂടുതൽ പറയും ചെയ്യേണ്ട ഒരു ആവശ്യം. കാരണം നെയിം നിങ്ങൾ ആഡ് ഉണ്ടാകുന്ന സമയത്ത് വളരെ നല്ല നെയിം തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കാം. ആ നെയിം തന്നെ ഓട്ടോമാറ്റിക്കലി H1 കൊടുക്കാൻ ചെയ്യുക. പക്ഷെ ബിസിനസ് വെബ്സൈറ്റ് ചെയ്യുന്നവരുണ്ട്, നെയിമിന് പകരം നമ്മൾ ഉണ്ടാക്കുന്നത് H1 ആണ്. H1 വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ബിസിനസ് എന്താണ്, ആ ബിസിനസിന് അനുബന്ധിച്ചിട്ടുള്ള ഏറ്റവും കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള H1 തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. സോ URL, മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, H1, ഈ 4 കാര്യങ്ങൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനെ സംബന്ധിച്ച് വളരെ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. ഇത് പലരും അറിയാതെയാണ് വെബ്സൈറ്റുകളിലേക്ക് പ്രോഡക്റ്റ് എടുക്കുന്നു, പേരുകൾ എടുക്കും, അവരുടെ ഇമേജുകൾ എടുക്കും, ബാക്കി അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് സെർച്ച് എഞ്ചിൻസ് വഴിയുള്ള കച്ചവടം നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരുപാട് കുറവുകൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വളരെ നല്ലൊരു ധാരണ കിട്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ഞങ്ങളുടെ എല്ലാ വീഡിയോയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. കുറെ പേര് ഞങ്ങളോട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരെയും സഹായിച്ചു തരാൻ ഞങ്ങൾ സന്നദ്ധരാണ്. വീഡിയോയുടെ താഴെ കമന്റ്സ് ഇടാം. നിങ്ങൾ കമന്റ്സിലൂടെ ഞങ്ങൾ പറഞ്ഞു തരാൻ സാധ്യതയാണ്. അടുത്ത വീഡിയോയിൽ നമ്മുടെ പ്രോഡക്ട്സുകൾ എങ്ങനെ ഫേസ്ബുക്ക് സ്റ്റോറിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലിസ്റ്റ് ചെയ്യാം, അങ്ങനെ നമുക്ക് അതുവഴി എത്ര പേര് നമുക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തരിക. താങ്ക്സ്.